എണ്ണമില്ലാതെ നടപടിയെടുത്തിട്ടും മൂന്നാർ ഗ്യാപ്പ് റോഡിലെ ഗതാഗത നിയമലംഘനങ്ങൾ ഒടുക്കമില്ലാതെ തുടരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഇരുവശവുമുള്ള സൗന്ദര്യം ആസ്വദിക്കാനാണ് വിനോദസഞ്ചാരികളുടെ ഈ നിയമലംഘനം. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ യുവാക്കൾ സാഹസികമായി യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇന്നും പുറത്തു വന്നു. എന്നാൽ ആർക്കും ശല്യമില്ലാതെ, എന്നാൽ എല്ലാ നിയമവും പാലിച്ച് ഗ്യാപ്പ് റോഡിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഗതാഗത വകുപ്പും KSRTC വിചാരിച്ചാൽ സാധിക്കുകയും ചെയ്യും. എങ്ങനെയെന്നല്ലേ? നമുക്ക് റിപ്പോർട്ടിലേക്ക് പോകാം. കൂട്ടത്തിൽ പറയട്ടെ, എനിക്ക് അയച്ചു തന്ന ഈ ദൃശ്യം, അതായത് ഇങ്ങനെ കാറിനുള്ളിൽ ശരീരം മൊത്തം വെളിയിലേക്കിട്ട് കസർത്ത് കാണിക്കുന്ന ചെറുപ്പക്കാരുടെ ദൃശ്യങ്ങൾ ഈ ഗ്യാപ്പ് റോഡിലേതല്ല. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി മാറുകയാണ് ഇപ്പോൾ ഗ്യാപ്പ് റോഡ്. തേയിലമലക്കാടുകളെ കീറി മുറിച്ചുകൊണ്ടുള്ള ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം എത്തുന്ന സഞ്ചാരികളുമുണ്ട്. എന്നാൽ ഗതാഗത നിയമലംഘനങ്ങളുടെ പേരിലാണ് സമീപകാലത്തായി ഗ്യാപ്പ് റോഡ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിനായി മൂന്നാറിലെത്തിച്ച ഡബിൾ ഡെക്കർ ബസിന്റെ ദൃശ്യങ്ങളാണിത്. ഗ്യാപ്പ് റോഡിന്റെ സൗന്ദര്യം ആസ്വദിച്ച് വിദേശികളും സ്വദേശികളും ഡബിൾ ഡെക്കർ ബസ് യാത്ര ആഘോഷമാക്കി. ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമായിരുന്നു ആ സേവനം. സൈറ്റ് സീയിങ്ങിന്റെ ഭാഗമായി KSRTC സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഡബിൾ ഡെക്കർ വീണ്ടും പരീക്ഷിച്ചുകൂടാ എന്നാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ചോദിക്കുന്നത്. വളരെയധികം ആളുകൾ കാറിൻ്റെ സൈഡ് ഡോറുകളിലൊക്കെ കയറിയിരുന്ന് പുറത്തെ കാഴ്ചകൾ കാണുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇപ്പോഴും നിരവധി കണ്ടു കാണാത്തതുമായ നിരവധി കാര്യങ്ങൾ അങ്ങനെ നടക്കുകയാണ് കാറിൻ്റെ മുകളിലും ഒക്കെ ആയിട്ടിരുന്ന്. ഇതിന് പരിഹാരമുണ്ടാക്കുന്നതിന് KSRTC നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ ഡെക്കർ ബസ് മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയും ആ ബസ് വന്നാൽ വളരെയധികം സഞ്ചാരികൾക്ക്, ഇതിലേക്ക് കടന്നു വരുന്ന സഞ്ചാരികൾക്ക് വളരെയധികം അത് പ്രയോജനപ്രദമായി മാറും. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മൂന്നാർ മേഖലയിൽ അപകടകരമായി യാത്ര ചെയ്യുന്ന 13 സംഭവങ്ങളുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ദൃശ്യങ്ങൾ പരിശോധിച്ച മോട്ടോർ വാഹന വകുപ്പ് നടപടിയും സ്വീകരിച്ചു. വാഹനങ്ങൾ ഓടിച്ച ഡ്രൈവേഴ്സിന്റെ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തു. വാഹന ഉടമകൾക്കെതിരെയും നടപടി സ്വീകരിച്ചു. പരിശോധന ഇനിയും കൂടുതൽ ശക്തമാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. ഇത്തരം നിയമനങ്ങൾ നമ്മൾ പിടിച്ചു തുടങ്ങിയ പിന്നെ 12 കേസുകൾ നമ്മളിത് പിടിച്ചു. അതിൽ 10 പേരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 2 അന്യസംസ്ഥാന വണ്ടികളാണ്. അവർ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കേരളത്തിലെ വണ്ടികളല്ല ഇപ്പോൾ കൂടുതലായിട്ട് നിയമലംഘനം ചെയ്യുന്നത്, പുറത്തുനിന്ന് വരുന്ന വണ്ടികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡുകൾ വെക്കാനായിട്ട് NHAക്ക് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. കൈയും തലയും പുറത്തിട്ട് അപകടകരമായി യാത്ര ചെയ്യുന്നവർക്ക് ഡബിൾ ഡെക്കർ ബസ് ഉണ്ടെങ്കിൽ നിയമലംഘനം നടത്തുന്നത് ഒഴിവാക്കാം. മൂന്നാറിലേക്ക് ഡബിൾ ഡെക്കർ ബസ് എന്ന ആശയം KSRTC സജീവമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഗതാഗത വകുപ്പ് കൂടി കനിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് യാഥാർത്ഥ്യമാകും. പിന്നെയും തുടരുന്ന നിയമലംഘനങ്ങൾ പിടികൂടാൻ ദേശീയപാതയിൽ ക്യാമറകളും കൂടുതലായി പൊതുജനം കഴുതയല്ല സാർ. ഈ ഗ്യാപ്പ് റോഡിൽ അതീവ ശ്രദ്ധ ചെലുത്തി തീർച്ചയായിട്ടും ഇത്തരം സാഹസിക യത്നങ്ങളെ നമ്മൾ തടസ്സപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഇത് കണ്ടാൽ മറ്റുള്ള സ്ഥലങ്ങളിലെ ആൾക്കാർക്കും ഇതൊക്കെ തോന്നും. സുലൈമാൻ അബ്ദുൽ ഖാദർ ഒരു അത്യാവശ്യമായ കാര്യം ചോദിക്കുന്നു. എന്താണ് പ്രവിധയുടെ ആരോഗ്യസ്ഥിതി? പ്രവിധയ്ക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു പനി അടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ 10,000-കണക്കിന് പനിക്കാരുടെ ഇടയിൽ ഒരാൾ. അപ്പോൾ പനിയൊക്കെ ഇന്ന് 10:30 മണിക്ക് പ്രാപ്രായിൽ, അതിൻ്റെ പേര് നിങ്ങൾ മാറ്റും, ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിധ എന്നാണ് അതിൻ്റെ ഔദ്യോഗിക നാമം.
നിങ്ങളത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രാപ്രായിൽ ഇന്ന് വർദ്ധിത വീര്യത്തോടെ വരുമോ? തീർച്ചയായിട്ടും ഇന്ന് 10:30 മണിക്ക് പ്രജിനും തന്നെയായിരിക്കും ആ പരിപാടി അവതരിപ്പിക്കുക. നിങ്ങൾക്കതൊക്കെ ഈ നിങ്ങളുടെ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാർത്താ ദിനം എന്ന രീതിയിൽ മുഴുവൻ കാര്യങ്ങളും അവതരിപ്പിക്കുകയും അതേസമയം രാത്രി പുലരുന്നതോടെ എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാൻ കഴിയുന്നതെന്ന് കൂടി അവതരിപ്പിക്കുന്ന സംഗീതാത്മകം കൂടിയായി വാർത്താധിഷ്ഠിത പരിപാടി ഇന്ന് പ്രജിനും പ്രവിധയും അവതരിപ്പിക്കും രാത്രി 10:30 മണിക്ക് 24.